ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് സമീപമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. കേരള പഴമയോളം ചരിത്രമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് ഐതിഹ്യം. തന്റെ ഗുരുവായ പരമശിവന്റെ നിർദ്ദേശപ്രകാരം നാഗരാജാവായ വാസുകിയെ പരശുരാമൻ പ്രീതിപ്പെടുത്തി. മനുഷ്യജീവിതം സാധ്യമാകാത്ത വിധം ലവണ സാന്നിധ്യം ഉണ്ടായിരുന്ന കേരളക്കരയെ രക്ഷിക്കാൻ വാസുകിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സൃഷ്ടിച്ചതാണത്രേ വിശാലമായ ഈ കാവ്. നാഗങ്ങളെ കുടിയിരുത്തിയ കാവിന്റെ സംരക്ഷണത്തിനായി തന്റെ വിശ്വസ്തരായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തെ പരശുരാമൻ കാവിനുള്ളിൽ ചുമതലപ്പെടുത്തി. പാണ്ഡവരുടെ വനവാസകാലത്ത് മധ്യപാണ്ഡവനായ അർജുനൻ ഗാണ്ഡവ വനത്തിന് തീ കൊളുത്തി. തങ്ങളെ സർവനാശത്തിൽ നിന്നും രക്ഷിച്ച അമ്മമാരിൽ സംപ്രീതരായ നാഗരാജാവ് ഈ ഇല്ലത്തെ ഒരു മുതിർന്ന അമ്മയുടെ ഉദരത്തിൽ മകനായി ജനിച്ചു. നാഗപ്രീതിക്കായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പൂജാവിധികളും അമ്മയുടെ കാതിൽ ഉപദേശിച്ച പുത്രനാഗം ഇല്ലത്തെ നിലവറയിലേക്ക് ഇഴഞ്ഞുകയറി അപ്രത്യക്ഷനായി. മണിനാഗം ഭഗവാന്റെ മണ്ണാറശാലത്തിലും ദോഷങ്ങൾ തൃട്ടാദിയ സുരേഷൻ നാഗരാജാവ് മണിനാഗം ഭഗവാന്റെ നെല്ലും പൊന്നിനാഥനെ ദീർഘായുസ് കൽപ്പനെ മണ്ണാറശാലത്തിലും മണ്ണാറശാലത്തിലും മണ്ണാറശാല ഇല്ലത്തെ അന്തർജനങ്ങളിൽ മുതിർന്ന ആളാണ് ഈ നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിത. എല്ലാ വർഷവും തുലാമാസത്തിലെ ആയില്യം നാളിൽ നിലവറയിൽ നിന്നും ദൈവങ്ങളെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടന്നുവരുന്നു. അഭീഷ്ടകാര്യസിദ്ധിക്കായി നാഗപ്രീതി തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആയില്യം നാളിൽ ഇവിടേക്ക് എത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുമുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രധാനം. ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം. കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യം പൂജകൾ 12 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളാണ്. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുമുണ്ട്. നാഗാരാധനയ്ക്ക് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്.